الرحمن الرحيم الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു മെസ്സേജ് മാത്രം സ്ക്രീൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ഒരു സെഷനാണ്. പിന്നീട് വേറെ മറ്റു ഡീറ്റെയിൽസുകളൊന്നും ഈ സെഷനിൽ വരില്ല. ഇതിന്റെ യൂട്യൂബ് ലിങ്ക് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുക. നമ്മള് സംസാരിച്ചു വന്നത് തൊട്ട് മുമ്പ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നഹ്ലത്തുൽ ഹദീഥ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നഹ്ലത്തുൽ അദവിയയുടെ ബേസിക്സ് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അസരിയാത്തുൽ ഹംലത്തുൽ ഫറൻസിയ പറഞ്ഞു. അത് കഴിഞ്ഞ് അവാമിലുൻ നഹ്ല പറയുന്നു. അൽ മദാരിസ് വൽ ജാമിആത്ത്, ഹർക്കത്ത് തർജുമ, ഇത്തിബാ അസ്സഹാഫ, ഇഹ്യാ അത്തുറാസ്, അതുപോലെ അൽ മക്തബാത്തുൽ ആമ്മ, അതുപോലെ അൽ മജാമിഉൽ ഇൽമിയ വൽ ലുഗവിയ വൽ ഇസ്തിശ്റാഖ്, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അസാത്തീനുൻ നഹ്ല എന്നതിന്റെ റിഫാഅത്ത് തഹ്താവി നമ്മൾ വിശദീകരിച്ചു. കഴിഞ്ഞ് ബുദ്റുസൽ ബുസ്താനി നമ്മൾ പറഞ്ഞു. അഹ്മദ് ഫാരിസ് ഷിദിയാക്കാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അഹമ്മദ് ഫാരിസ് ഷിദിയാക്കിനെ സംബന്ധിച്ചൊരു ഓഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷെ ഞങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അഹമ്മദ് ഫാരിസ് അഷ്ദിയാഖ് എന്ന് പറയുന്ന ക്രിസ്തീയ പണ്ഡിതൻ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഭാഷാ വിദഗ്ധനാണ്. ഒപ്പം അദ്ദേഹം ക്രിസ്തീയ പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ പ്രചാരകനും മറ്റുമൊക്കെ ആയിരുന്നു. അദ്ദേഹം മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. 1801 മുതൽ 1887 വരെ കാലഘട്ടത്തിൽ ജീവിച്ച അഹമ്മദ് ഫാരിസ് അഷ്ദിയാഖിനെ കുറിച്ചാണ് പറയുന്നത്. കാന അഷ്ദിയാഖ് മിൻ ഉലമാ അൽ-ലുഗ വഅശദ്ദുഹും അലാ തത്വീരിഹാ മിൻ അർ-റഖാഖ ഇലൽ ഫസാഹ. അറബി ഭാഷയെ അതിന്റെ ഒരു ശുദ്ധമല്ലാത്ത പ്രയോഗ എഴുത്തിന്റെ കാര്യത്തിലായാലും മറ്റ് ഉപയോഗത്തിന്റെ കാര്യത്തിലായാലും ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭാഷയല്ലാതെ വളരെ മിക്സപ്പായ വിവിധ തരം ഭാഷകളുടെയും വിവിധ തരം ഡയലക്റ്റുകളുടെയും എല്ലാം സമ്മിശ്രമായ ഒരു ഭാഷാ രൂപമായി തിരോഭവിക്കുന്ന മോശപ്പെടുന്ന ഒരു സ്ഥാനത്ത് നിന്ന് അതിനെ ഫസീഹായ അൽ ഫസാഹ മാനാഹു അൽ വുളൂഹ് വൽ ബയാൻ എന്നാണ് ബലാഗത്തിൽ പറയുന്നത്. അപ്പൊ ഫസാഹത്തിലേക്ക്, ഭാഷയെ സുവ്യക്തമായി ആൾക്കാർക്ക് മനസ്സിലാവുന്നതും വളരെ വ്യക്തവുമായ വുളൂഹും, അതുപോലെ ബയാൻ വിശദീകരണം കാര്യകാരണ സംബന്ധിയായി ആൾക്കാർക്ക് വിശദീകൃതമായി മനസ്സിലാക്കുന്ന, വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിലുള്ളതുമായ ഒരവസ്ഥയിലേക്ക് ഭാഷയെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നതിൽ വലിയ സംഭാവനകൾ, ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച ആളാണ് അഹമ്മദ് ഫാരിസ് അഷ്ദിയാഖ്. കാന അഷ്ദിയാഖ് മിൻ ഉലമാ അൽ-ലുഗ വഅശദ്ദുഹും കാന അഷ്ദിയാഖ് മിൻ ഉലമാ അൽ-ലുഗ വഅശദ്ദുഹും അലാ തത്വീരിഹാ മിൻ അർ-റഖാഖ ഇലൽ ഫസാഹ. അതാണ് പറയുന്നത്. وعمل في مجالات الترجمة والتدريس والصحافة العربية ورائدها وأدب المقالة الصحفية العربية. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ സംഭാവനകളെല്ലാം ഈ രണ്ട് വരികളിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. വാമിൽ ഫി മജാലാത്തി തർജുമ, വിവർത്തന മേഖലയിൽ, അതുപോലെ തദ്രീസ് അധ്യാപനത്തിൽ, അതുപോലെ അറബ് പത്രപ്രവർത്തനത്തിൽ, സിഹാഫ അൽ അറബിയ. കൂടാതെ സവിശേഷമായി പറഞ്ഞാൽ വറായിദുഹ, അതിന്റെ എല്ലാത്തിനും നേതൃത്വം വഹിച്ച, പ്രത്യേകിച്ച് അദബുൽ മഖാല അസ്സഹഫിയ അൽ അറബിയ, അതായത് അറബ് പ്രസിദ്ധീകരണങ്ങളിലെ, അറബ് ജേണലുകളിലെ, അറബ് പത്രമാസികകളിലെ അതെല്ലാത്തിലുമുള്ള അദബുൽ മഖാല, അതായത് ലേഖന സാഹിത്യം, അങ്ങനെ ഒരു സവിശേഷമായ വിഭാഗത്തിന് നേതൃത്വം കൊടുത്ത ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് അഹമ്മദ് ഫാരിസ് അഷ്ദിയാഖിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒലിദ ഫി ഹാറത്തുൽ ഹദസ് ബിഖുർബി ബെയ്റൂത്ത്, ബെയ്റൂത്തിലെ ഹാറത്തുൽ ഹദസ് എന്ന സ്ഥലത്തിലാണ് ജനിച്ചത്. ചരിത്രകാരന്മാർക്ക് ഇദ്ദേഹത്തിന്റെ ജനന സമയത്തെ സംബന്ധിച്ചും സ്ഥലത്തെ സംബന്ധിച്ചും ഭിന്നാഭിപ്രായമാണുള്ളത്. 1805 എന്നാണ് ഒരു വിഭാഗം പണ്ഡിതൻ